ഹായ് കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷമൊക്കെ? പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റോസിൻ്റെ ഡിസൈൻസാണ്. നമുക്കിപ്പോൾ കവർ പേജായിട്ടോ എന്തെങ്കിലും ഡയറിയുടെ കവർ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പ്രൊജക്റ്റിൻ്റെ കവറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഈസി ആയിട്ട് ഇതിനകത്തൊന്നുമില്ല. ആദ്യം ഞാൻ ബ്രഷ് പെന്ന് കൊണ്ട് ചുമ്മാ ഒരു റെഡ് കളറിൽ റൗണ്ടായിട്ട് വരച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതല്ലേ, ഇത്ര വലിയ ലൈനും ഒന്നും വേണ്ട. ചുമ്മാ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ചുമ്മാ വരച്ചിരിക്കുന്നതാണ്. അതിൻ്റെ മുകളിൽ കൂടെ എന്തോ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ മുകളിൽ കൂടെ ഒരു ബ്ലാക്ക് സ്കെച്ച് പെൻ അല്ല ബ്രഷ് പെൻ ഉപയോഗിച്ച് ചെറിയ ചെറിയ റൗണ്ട്, ഇപ്പം റോസിൻ്റെ ഏതെങ്കിലും റൗണ്ട് അല്ലേ, അതുപോലെ നമ്മൾ വരച്ച് കൊടുത്തിരിക്കുകയാണ്. ഏറ്റവും ഈസിയായിട്ട് ഇതിനും വലിയ ലൈനൊക്കെ വിട്ട് നമുക്ക് റോസ് ഉണ്ടാക്കി. ഇതപ്പം സിമ്പിളായിട്ടൊരു ഡിസൈനാണ്. അപ്പോൾ ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഇത് ഞാൻ വരച്ചത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ ചാനലൊക്കെ അല്ലേ, എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിനൊക്കെ വരയ്ക്കാനൊക്കെ ഇച്ചിരി സമയമെടുക്കും, അതുകൊണ്ടാണ് വലിയ വീഡിയോസ് ഒന്നും ഇട്ടാത്ത, കൂടുതൽ ഷോർട്സാണ് ഇട്ടിരിക്കുന്നത്. ഷോർട്സൊക്കെ കാണുക. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയറൊക്കെ ചെയ്യുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രോയിങ്, കൂടുതലും എനിക്ക് സ്കെച്ചിങ് ആണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. ഇപ്പം നമ്മുടെ പെൻസിൽ സ്കെച്ചിങ്ങിനോടാണ് താല്പര്യം. ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ഇഷ്ടമുള്ള കളേഴ്സ് എന്ന് പറയുമ്പം വാട്ടർ കളറുണ്ട്, പോസ്റ്റർ കളറുണ്ട്, അക്രിലിക് കളറുണ്ട്, പിന്നെ ഓയിൽ പെസ്റ്റൽസ് ഉണ്ട്, ക്രയോൺസ് ഉണ്ട്. അങ്ങനെ ഒരു വലിയൊരു നീണ്ട നിര. അതൊന്നും വലിയ പോർട്രേറ്റൊക്കെ ചെയ്യാൻ അറിയാവുന്നവർക്ക് അതൊക്കെ ചെയ്യാം. ഇപ്പോൾ നല്ല വരയ്ക്കുന്നവർ അതൊക്കെ ചെയ്യും. നമ്മളൊക്കെ ചെറിയ ആർട്ടിസ്റ്റ് അത് വെച്ച് വരയ്ക്കുകയാണ്. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ വരയ്ക്കുന്ന ചെറിയ രൂപങ്ങൾ. ഇതൊക്കെ മിക്കവാറും നമുക്കെല്ലാം ട്രൈ ചെയ്യാൻ പറ്റുന്നത്, ഈസി ആയിട്ട് ചെയ്യാം. ഇച്ചിരി ഒട്ടും അറിയാമത്തവർക്ക് പോലും ചുമ്മാ ഒരു കളർ എടുത്ത് ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ, ഇപ്പം ഞാനിപ്പം റെഡ് കളർ വരച്ചു, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് വേറെ കളർ, പിങ്ക് കളർ, യെല്ലോ കളർ, ഇഷ്ടമുള്ള കളറിൽ വരയ്ക്കാം. ഇതിപ്പോൾ ചെറിയ ഒരു നമ്മുടെ സ്കെച്ച് ബുക്കിനൊക്കെ വരയ്ക്കാൻ മിക്കവാറും നമുക്കെല്ലാം സ്കൂളിലാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് റാപ്പർ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കവർ ചെയ്യാനോ അല്ലെങ്കിൽ കവർ പേജായിട്ട് യൂസ് ചെയ്യാനോ ഒരു പ്രൊജക്റ്റിൻ്റെ കവറായിട്ടോ ഒക്കെ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് വരയ്ക്കും, നമുക്കൊരു മനസ്സിന് സംതൃപ്തിയല്ലേ. ഇതൊരു സ്ട്രെസ് റിലീവിങ് കാര്യം. ഇതിനകത്ത് വലിയ ഫോട്ടോ ഇങ്ങനെ സ്ട്രെസ്സൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് സ്വന്തമായിട്ട് വരയ്ക്കാൻ പറ്റും. ഇതിന് വേറെ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ സ്കെച്ച് പെൻ ഉപയോഗിച്ചു. സ്കെച്ച് പെൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രഷ് പെന്നാണ് യൂസ് ചെയ്തത്. ബ്രഷ് പെൻ ആകുമ്പോൾ ഇച്ചിരി കൂടെ ഒരു സ്പ്രെഡ് ചെയ്യാൻ ഇരിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ.